മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ദുരന്താനന്തര ആവശ്യങ്ങൾ കണക്കാക്കുന്നതിന് വിദഗ്ധ സംഘത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചു. മാർഗനിർദ്ദേശം നൽകുന്നതിന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംഘവും ഇന്ന് വയനാട്ടിലുണ്ട്. ദുരന്ത ഭൂമിയിൽ കാണാതായവർക്കായുള്ള പ്രത്യേക തെരച്ചിൽ ഇന്ന് തുടരുമെന്നറിയുന്നു. വയനാട്ടിൽ നിന്നും വിപിൻ സി വിജയൻ തത്സമയം ചേരുന്നു. വിപിൻ, ഗുഡ് മോർണിംഗ്. എവിടെയാണ് വിപിൻ ഇപ്പോഴുള്ളത്? ഗുഡ് മോർണിംഗ് എസ് കെ. ഞാൻ മേപ്പാടിയിലാണ് ഉള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നൊരു വിദഗ്ധ സംഘം ഇവിടെ വീണ്ടും വയനാട്ടിലേക്ക് എത്തുന്നതും ഈ ദുരന്ത ഭൂമി പരിശോധിച്ച് കൂടുതൽ റിപ്പോർട്ട് തയ്യാറാക്കാനുമായി എത്തുന്നുണ്ട്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിശോധനയും പഠനവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതായത് സമഗ്ര മേഖലയിലും ഇനി എന്താണ് വേണ്ടത് എന്നുള്ളതും ഒപ്പം തന്നെ നാശനഷ്ടങ്ങളുടെ ഒരു കണക്ക് തയ്യാറാക്കുകയും എന്നുള്ളതുമാണ്. അതിൽ കെട്ടിടങ്ങളും അതുപോലെ തന്നെ റോഡുകൾ, വിദ്യാഭ്യാസം, കുട്ടികളുടെ മാനസിക നില തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും ഉള്ള ഒരു പഠനമായിരിക്കും. ഇതിനെ സഹായിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു വിദഗ്ധ സംഘം കൂടി ഇവർക്ക് ഒപ്പം ഉണ്ടാകും. ഇത് കേരള സർക്കാർ ഈ ഒരു പഠനത്തിന് ശേഷമായിരിക്കും ഇത് കേരള സർക്കാരിന് സമർപ്പിക്കുകയും അതിലെ തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുക. ഇപ്പോൾ ഇത് പുനരധിവാസം മാത്രമല്ല, ഈ കുട്ടികളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഇവിടെ ഓരോ മേഖലകളിലും ഏതൊക്കെ രീതിയിൽ വേണമെന്നുള്ളത് ഈ മേഖല അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കുക എന്നുള്ളതാണ് ഈ വിദഗ്ധ സമിതിയുടെ ഇന്ന് ഒരു ഗൗരവം കൂട്ടുന്നത്. മറ്റൊന്നുള്ളത് ഈ തിരച്ചിലിനെ കുറിച്ചാണ്. ഇന്നിപ്പോൾ ഈ സൂചിപ്പാറ മുതൽ ആനടിക്കാപ്പ് ആ പ്രദേശത്ത് തന്നെയാണ് തിരച്ചിൽ നടത്തേണ്ടത്. പക്ഷേ ഇപ്പോഴും തിരച്ചിൽ വൈകുകയാണ്. കാരണം ഈ കോടമഞ്ഞ്, ഒരു പ്രതികൂല കാലാവസ്ഥയാണ് ആ പ്രദേശത്ത് ആകെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ 6 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള തിരച്ചിൽ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കോടമഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ആനയൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രദേശത്ത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു സുരക്ഷ കൂടി കണക്കിലെടുത്ത് കുറച്ചുകൂടി കഴിഞ്ഞ് ഇറങ്ങാം എന്നുള്ള ഒരു നിലയാണ് എടുത്തിരിക്കുന്നത്. 14 അംഗ സംഘം തന്നെയാണ് ഇന്നത്തെ തിരച്ചിലിനുമുള്ളത്. ഇന്നലത്തെ തിരച്ചിലിൽ 6 അസ്ഥിഭാഗങ്ങൾ ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തേക്ക് കൂടി തിരച്ചിൽ നീട്ടിയത്. ഇനി തുടരണമോ, ഈ തിരച്ചിലിന്റെ കാര്യങ്ങൾ തുടരണമോ എന്ന് ആലോചിക്കുന്നതിന് വേണ്ടി ഒരു യോഗം മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഇന്ന് വയനാട് കലക്ടറേറ്റിൽ 10 മണിയോടുകൂടി നടക്കുകയും ചെയ്യും. എസ് കെ. താങ്ക് യു വിപിൻ സി വിജയൻ.